ക്രോമോജനിക് ബാക്ടീരിയൽ സ്റ്റെയിൻസ് അല്ലെങ്കിൽ പല്ലിൽ ബ്ലാക്ക് അകാരണമായിട്ട് ബ്ലാക്ക് കളർ ഇങ്ങനെ വരിക. സിഗരറ്റ് വലിക്കുന്നവർക്ക് അല്ലെങ്കിൽ മുറുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒത്തിരി അധികം കറുത്ത പാനീയങ്ങളെന്ന് പറഞ്ഞാൽ വൈൻ കുടിക്കുന്നത്, അതുപോലെ തന്നെ ഡാർക്ക് വൈൻ കുടിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കാപ്പി, കട്ടൻ കാപ്പി, കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന അനേകം പ്രാവശ്യം കുടിക്കുന്നവർക്ക് കളറ് വരുന്നത് നോർമലാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ വെറുതെ കൊച്ചുകുട്ടികളിൽ, അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വായിക്കാതെ പെട്ടെന്ന് ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് ഇങ്ങനെ കറുപ്പ് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല്ല് ക്ലീൻ ചെയ്താലും പോളിഷ് ചെയ്താലും എന്ത് ചെയ്താലും പോണില്ല ഡോക്ടറെ, ഇതിങ്ങനെ കറുപ്പ് പിടിച്ചുകൊണ്ടിരിക്കുക, ഒരു മാസത്തിനുള്ളിൽ തിരിച്ച് കറുപ്പ് വരികയാണെന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രോമോജനിക് ബാക്ടീരിയൽ സ്റ്റെയിൻസ് എന്ന് പറയും. ക്രോമോജനിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് കളർ ഉണ്ടാക്കുന്നതെന്നാണ് ക്രോമോജനിക് എന്ന് പറയുന്നത്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൂക്ഷ്മ ജീവികളാണ്, വായിക്കാത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കറയാണ്. അപ്പോൾ ഈ നിറമുണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന സ്റ്റെയിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചികിത്സ കുറച്ച് കടുപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും പോണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് കണ്ടിട്ട് പേടിക്കണ്ട. ഒന്നാമത്തെ കാര്യം, ഇത് അവിടെ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് പല്ലോ മോണയോ ഒന്നും ചെയ്തേ പോകില്ല, അത് പേടിക്കാൻ വേണ്ട. പക്ഷേ കളർ കാണുമ്പോൾ ഭയങ്കര മെനകേടല്ലേ, ഇത് എന്തെങ്കിലും കാണിച്ച് പോകണ്ടേ. അതിന് കൃത്യമായിട്ട് ഗൈഡഡ് ബയോഫിലിം തെറാപ്പി, നമ്മുടെ പല്ലിന് ചുറ്റുമുള്ള ഈ ബാക്ടീരിയ ഉള്ള ഫിലിമിൻ്റെ പേരാണ് ബയോഫിലിം എന്ന് പറയുന്നത്. ബാക്ടീരിയ ഉള്ള അതിനകത്ത് ചില നല്ല കാര്യങ്ങളുണ്ട്. ബയോഫിലിമിനകത്ത് നമുക്ക് കാൽസ്യം റീകാൽസിഫിക്കേഷൻ സിസ്റ്റം ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെയാണ് ബാക്ടീരിയ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയ ക്രോമോജനിക് ബാക്ടീരിയ ആണെങ്കിൽ ഇതുപോലെ കളർ പിടിക്കും. ഇതെങ്ങനെ വരുന്നു? ഇത് സാധാരണ വരുന്ന സ്പൂൺ ഷെയറിംഗ് എന്ന് പറയും. സ്പൂൺ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ കൊച്ചു കുട്ടികൾക്ക് വരുന്നത് മിക്കവാറും മോണ്ടിസോറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അംഗൻവാടി ചെല്ലുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു പാത്രത്തിൽ നിന്ന് പലർക്ക് ഒരു കേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഒരേ സ്പൂൺ കൊണ്ട് തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കും. കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് അതൊക്കെ മതി എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഒരാൾക്ക് ക്രോമോജനിക് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരാളുടെ ബാക്ടീരിയ മറ്റുള്ളവർക്ക് എത്താം. പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് പടരുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സാധനമില്ല. അതൊക്കെയാണ് അതിന് കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണം നമ്മൾ ഇത് സലൈവയിൽ നിന്ന് സലൈവിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ സ്പൂൺ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനകത്തു നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്കും ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്കും പകരാവുന്ന ഒരു സാധനമാണ് സലൈവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ക്രോമോജനിക് ബാക്ടീരിയ പടരാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് പലർക്കും വീട്ടിലെല്ലാവർക്കും തന്നെ ചിലർക്കുണ്ടാകും. ഇപ്പോൾ എനിക്കിവിടെ വരുന്ന പലർക്കും വീട്ടിലെല്ലാവർക്കും ഉണ്ട് ബാക്ടീരിയ സ്റ്റെയിൻ. അപ്പോൾ അവർ ഓർത്തിരിക്കണം വായുടെ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന് ഘട്ടം ഘട്ടമായിട്ട് ചികിത്സിച്ചാൽ കൃത്യമായിട്ട് ഈ ഗൈഡഡ് ബയോഫിലിം തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് നാൾ കൊണ്ടും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ ഒരാൾക്കുണ്ടായിരുന്നു, അത് അപ്പം തന്നെ ചികിത്സിച്ചുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ ചികിത്സ കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. അതിന് ഡോക്ടറിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഈ അപ്ലയൻസ് ചിലപ്പോൾ ഒരു അപ്ലയൻസിലായിരിക്കും ചിലപ്പോൾ ഈ ബാക്ടീരിയ ഉണ്ടാകുന്നത്. അപ്പോൾ അപ്ലയൻസസ് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം, ഊരി വയ്ക്കാവുന്ന പല്ലുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റായിട്ട് ഡീബാക്ടീരിയൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റായിട്ട് ശുചീകരിക്കേണ്ടത്, സ്റ്റെറിലൈസ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്രോമോജനിക് ബാക്ടീരിയനെ നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കും. കളറുള്ള നല്ല പല്ലുകളുമായിട്ട് നന്നായിട്ട് ചിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്രോമോജനിക് ബാക്ടീരിയ വന്നു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബ്ലാക്ക് സ്റ്റെയിൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു 4 മാസം അല്ലെങ്കിൽ 6 മാസത്തെ ചികിത്സ ആവശ്യമായി വന്നേക്കാം. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്.